ഹിദായത്ത് അള്ളാഹുവിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ട സംഗതിയാണ്. നമ്മൾ മുസ്ലിമായ ഒരു ഉമ്മക്കും ഉപ്പാക്കും ജനിച്ചു എന്നതുകൊണ്ട് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തിൻ്റെ വില നമുക്കറിയില്ല. നമ്മൾ മറ്റ് സമുദായങ്ങളിൽ പോലെ ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ ജനിക്കുകയും അപ്പോഴും നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്തൽ ബാധ്യതയാണ്. എന്നിട്ട് നമ്മുടെ അന്വേഷണങ്ങളും നമ്മുടെ ഗവേഷണവും ഈ വഴിക്കൊരു പക്ഷേ ജന്മത്തിൽ വന്നില്ല എന്ന് വരും. നമ്മളേതോ കള്ളുടിയന്മാരായിട്ട് ജീവിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും പോകാതെ ചിന്തിച്ച് ആലോചിച്ച് എൻ്റെ ജീവിതം എന്നെ പടച്ചത് ആരാണ്, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഞാൻ എന്തിനിവിടെ വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ആർക്കിതിന് ഉത്തരം തരാൻ കഴിയും, ഈ അന്വേഷണമാണ് ഇസ്ലാമിലേക്ക് എത്തുന്നത്. അങ്ങനെ കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലി 2 കണ്ണിന്നും കണ്ണുനീര് വന്ന് ഒരു 20-ാം വയസ്സിലോ 30-ാം വയസ്സിലോ 50-ാം വയസ്സിലോ ഇസ്ലാം സ്വീകരിച്ച് ഈ ദീനിൻ്റെ മുറ്റത്തേക്ക് വരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുക. നമുക്കതൊന്നും വേണ്ടി വന്നില്ല അല്ലേ? ജനിച്ചത് മുസ്ലിമായ ഉമ്മക്കോ ഉപ്പക്കോ ആണെങ്കിൽ ജന്മനാ മക്കൾ മുസ്ലിമാണെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. രാജ്യങ്ങൾക്ക് വേറെ നിയമങ്ങളുണ്ടായിരിക്കാം. ഉമ്മയോ വാപ്പയോ ഒരാൾ മുസ്ലിമാണെങ്കിൽ കുട്ടി ബൈ ബർത്ത് മുസ്ലിമാണെന്നാണ്. കാരണം ഇസ്ലാം അഖ്വാമിൽ കുഫർ, ദൈവനിഷേധത്തെക്കാളും ഈമാനിനാണ് ബലമെന്നാണ് ശറഅ് പറയാം. നമുക്കങ്ങനെ കിട്ടിയ ഇസ്ലാമാണ്. നമുക്കതിൻ്റെ വില അറിയില്ല.